ഒന്ന് നിരത്തി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കപ്പലണ്ടി കൊണ്ട് നല്ലൊരു സ്നാക്സാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കപ്പലണ്ടി ദിവസവും കഴിക്കണം. കണ്ണിൻ്റെ ആരോഗ്യത്തിനും ധാരാളം പ്രോട്ടീനും ഒക്കെ അടങ്ങുന്നതാണ് കപ്പലണ്ടി. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പച്ച കപ്പലണ്ടിയാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ തോടൊക്കെ കളയുന്നതിന് വേണ്ടി. തോട് കളഞ്ഞത് വാങ്ങിക്കാൻ കിട്ടും, വറുത്തത്. അതാണെങ്കിൽ ഇത്രയും ഇതുപോലെ തോട് കളയേണ്ട ആവശ്യമില്ല. തോട് കളഞ്ഞത് വാങ്ങിച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതെല്ലാം ഈ സ്നാക്സ് എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. കാരണം നല്ല മധുരമുള്ള സ്നാക്സാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാനും പറ്റും. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഏറ്റവും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കപ്പലണ്ടി പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. തണുക്കാൻ വയ്ക്കാം. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് തട്ടിയാൽ നമുക്ക് എളുപ്പം തണുക്കുന്നതാണ്. വേറൊരു പാത്രത്തിലോട്ട് തട്ടാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം. അപ്പോൾ ഇതിന് തണുത്ത് നമുക്ക് തൊലി മാറ്റാൻ കഴിയും. ഇനി നമുക്കൊരു മിക്സിയുടെ ഉണങ്ങിയ ജാറെടുത്തിട്ട് 2 ഏലക്ക ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പഞ്ചസാര നമുക്ക് ഒരു 1/4 കപ്പും ഒരു ടേബിൾ സ്പൂണും ഇടാം. ഓരോരുത്തരെയും മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി 1 ഗ്രാമ്പു പൊടിയിടാം. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് പൊടിച്ചിട്ട് വരാം നമുക്ക്. ഇനി നമുക്ക് ഈ കപ്പലണ്ടിയുടെ തൊലി കളഞ്ഞെടുക്കാം. നമുക്ക് ചെറിയ ചൂടേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇങ്ങനെ ആക്കുമ്പോഴേക്ക് തൊലിയെല്ലാം പോയി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ മുഴുവനും നമുക്ക് തൊലി എടുത്ത് മാറ്റാം. ഇങ്ങനെ തോടെല്ലാം മാറ്റിയിട്ടുണ്ട്. തോട് കളഞ്ഞത് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ തോട് കളഞ്ഞത് വറുത്തത് വാങ്ങാൻ കിട്ടും. അത് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇങ്ങനെ ആക്കി ഇതിൻ്റെ തോല് മുഴുവനും എടുക്കാവുന്നതാണ്. തോല് കളയാവുന്നതാണ്. ഈ തോല് മാറ്റണമെങ്കിൽ എളുപ്പം ഒരു വിദ്യയുണ്ട്. ഇതുപോലെ ഒരു കണ്ണാപ്പ, നമ്മൾ വറുത്തൊക്കെ കോരുന്ന ഒരു കണ്ണാപ്പയിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഇത് തൊലി കളയാവുന്നതാണ്. തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. കണ്ടോ, മുഴുവൻ തൊലിയും മാറ്റി കിട്ടുന്നതാണ്. ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം അടുപ്പയിൽ വെച്ചിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിന് 1 കപ്പ് നിലക്കടലയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. വെട്ടി തിളയ്ക്കണം. വെള്ളം വെട്ടി തിളച്ചാലേ നമുക്കിത് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നിരത്തി വയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പലണ്ടി നിലക്കടല. ഏകദേശം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും വെള്ളം ശേഷിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അടച്ച് തന്നെ തണുക്കട്ടിരുന്ന്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് വയ്ക്കാം. തുറന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇത്രയും വെള്ളം അധികം വന്നിട്ടുണ്ട്. ഈ വെള്ളം ഇതിൽ തന്നെ കിടക്കട്ടെ. പഞ്ചസാര നല്ലവണ്ണം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലവണ്ണം തണുത്തതിൽ നമുക്ക് ഇത് 2 ടേബിൾ സ്പൂൺ വെള്ളമേ വരുള്ളൂ. ബാക്കി ഇതും കൂടെ നല്ല പോലെ അരച്ചെടുക്കാം. നമുക്ക് നല്ല മണം തന്നെ. ഈ ഏലക്കായൊക്കെ ഇട്ടത് കാരണം, ഗ്രാമ്പു ഇട്ടത് കാരണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കളയരുത്. 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം.
ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെണ്ണ അരയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അരയ്ക്കാം, നല്ല വെണ്ണ അരയണം, നല്ല പേസ്റ്റ് പോലെ ആകേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിങ്ങനെ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അരയത്തുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇതുപോലെ ഒഴിക്കുക. നല്ലവണ്ണം അരച്ചിട്ട് വരാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഉരുക്കിയതാണ്, നെയ്യാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാണ് ആയിരിക്കുന്നത്. കണ്ടോ, നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാത്രമാണ്. നോൺ സ്റ്റിക്കാണ് ഇതിന് നല്ലത്. മറ്റേതാകുമ്പോൾ കുറച്ച് നെയ്യ് കൂടുതൽ ഒഴിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. വേറെ മറ്റുള്ള നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രത്തിൽ ഇതുപോലെ ചീനച്ചട്ടിയിലും ഉണ്ടാക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് ഏത് പാത്രത്തിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തതേ ഉള്ളൂ, അടി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി. അടിയിലൊന്നും പിടിക്കത്തില്ല നെയ്യ് ചേർത്താൽ. ഹലുവയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രത്തിലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഏത് പാത്രത്തിലും ഉണ്ടാക്കാം, നെയ്യ് ചേർക്കണമെന്നേ ഉള്ളൂ. ഇനി കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കും അതുപോലെ നെയ്യ് കഴിക്കുന്നത് നല്ലതാണ്. നല്ല നെയ്യ്, മിൽമയുടെ നെയ്യ് കിട്ടും വാങ്ങാൻ. ഞാൻ മിൽമയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ചെറിയ ബർണറിൽ. ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി അവർക്ക് മധുരം കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് ആരോഗ്യത്തിന് വളരെയധികം, കണ്ണിൻ്റെ ആരോഗ്യം, കാഴ്ചശക്തി, പ്രായമായവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിലാണെങ്കിൽ നല്ലതായിട്ട് കിട്ടുന്നതാണ്. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഈ ലോ ഫ്ലെയിമിലോട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലും ആക്കുന്ന പെട്ടെന്നാവുന്നതാണ്. നല്ല മണം വന്നിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളൊക്കെ ഓടി വരും ഇതൊക്കെ കഴിക്കാൻ വേണ്ടി. ഇത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ ദിവസങ്ങളോളം ഇരിക്കുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ തീരുന്നതുമാണിത്. ഇടയ്ക്ക് ഇങ്ങനെ തവിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതുണ്ടെങ്കിൽ അതിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം ഫ്ലെയിം കുറച്ച് വെച്ചു. നേരത്തെ പറഞ്ഞത് നല്ല മണമാണ്, നന്നായിട്ട് നല്ല മണം വന്നിട്ടുണ്ട്. നെയ്യുടെയും ഈ നിലക്കടലയുടെയും ഏലക്കായുടെയും ഗ്രാമ്പൂൻ്റെയും. ഒരുപാട് ഗ്രാമ്പു ചേർക്കണ്ട, 1 ഗ്രാമ്പ് ചേർത്താൽ മതിയാകും. ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ ആക്കി നമ്മളിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ചൂട് പിടിക്കുന്നതാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ എല്ലായിടത്തും ചൂട് പിടിച്ച് നമുക്ക് നേരെ കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇതിലൊന്നും ഒട്ടുന്നില്ല. കണ്ടോ, നേരത്തെ ഒട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടുന്നില്ല. കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു 9 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഇങ്ങനെ വഴറ്റിയെടുക്കാൻ 9 മിനിറ്റ് മാത്രം മതിയാവും. ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൂടെ നിന്ന് ഇങ്ങനെ ആക്കുക. അപ്പോൾ നല്ല ഇതായിട്ട് വരുന്നതാണ്. കയ്യിൽ ഇതിൽ ഒട്ടത്തില്ല. ഇങ്ങനെ പരുവത്തിലെടുക്കാം. കയ്യിലൊട്ടാത്ത പരുവത്തിൽ എടുക്കാം. കണ്ടോ, ഇങ്ങനെ കയ്യിലൊട്ടുന്നില്ല. നെയ്യാണിത്. ഇതിനി കുറച്ച് സമയം ഇതിലിരിക്കട്ടെ. ഇത് ചെറു ചൂടോടെ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു ചപ്പാത്തി പരത്തുന്ന ഒരു കല്ലിലോട്ടോ ഒരു പാത്രത്തിലോട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ എടുക്കാവുന്നതാണ്. അപ്പം ചെറു ചൂടോടെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഉരുട്ടി ഇങ്ങനെ എടുക്കാവുന്നതാണ്, ചെറു ചൂടോടെ. പിന്നെ നമുക്ക് ഷേപ്പിലോട്ട് എടുക്കാം. ഒട്ടുന്നൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വരുന്നതാണ്. നമുക്ക് നല്ല ഷേപ്പിലോട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ നല്ല മണമാണ്. ഇപ്പം തന്നെ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കണ്ടാൽ അത്രയും എടുത്ത് കഴിക്കുന്നതാണ്.
ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഓരോന്ന്. പിന്നെ മീൻ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണം ഇട്ടു. ചെറി ആണെങ്കിൽ ചെറി. ഇത് ഞാൻ ബദാമാണ്, ബദാം അരിഞ്ഞിട്ടതാണ്. ബദാം ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതിലും ബദാം വെച്ച് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണോ നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. നമുക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കാൻ വേണ്ടി ഓടി വരുന്നതാണിത്. ഏറെ ഗുണമുള്ളതും വളരെ ആരോഗ്യപ്രദവുമാണിത്. വളരെ ടേസ്റ്റുമാണിത്. പെട്ടെന്നൊരു സ്വീറ്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതുമാണ്. കണ്ടോ, ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇങ്ങനെ ഓരോന്നായിട്ടെടുത്ത് മുറിച്ചത് നമുക്ക് ഇതുപോലെ പാത്രത്തിലോട്ടെടുത്ത് മാറ്റി കൊടുക്കാം. തണുത്തതിന് ശേഷം, നല്ലെണ്ണം തണുത്തതിന് ശേഷം എടുത്ത് കഴിക്കുക. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ മാറ്റിയെടുക്കാവുന്നതാണ്.